നമുക്കിവിടെ ഡോക്ടർ ആക്കാല്ലേ? അവൻ നമുക്ക് ഡോക്ടർ ആണെന്ന് പറയുന്നു. വേണ്ട, അവളിൽ അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത്. അതുവരെ ഈ ലോകവാസ സംരക്ഷിച്ചു. ഒരു പെൺകൊച്ചു വളർന്നു വരുന്ന വീടാന്ന് കണ്ടാ പറയോ? ഓ കഷ്ടം തന്നെ. അതെങ്ങനാ കൊച്ചിനെ പോലാണ് എന്നെ വളർത്തുന്നേ? ആകെ 10-12 വയസ്സേ ഉള്ളൂ. എന്നാലോ നാക്കാൻ കിട്ടി ഇരിക്കാ പഠിക്കണം. നമുക്കൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നേ. അന്നൊന്നും അടുക്കളപ്പുറത്തുനിന്ന് എത്തി നോക്കേണ്ട കാര്യം പോലും വന്നിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തേലും കുഴപ്പമുണ്ടായില്ല? ഇല്ല. ഇപ്പോ നാട്ടുകാരൊക്കെ നോക്കി ചിരിക്കുക. എന്താവോ എന്തോ ഒരുത്തന്നെ വീട്ടിലോട് ചെന്ന് കയറേണ്ട പെണ്ണാണ്. എല്ലാം കണ്ടു തന്നെ അറിയണം. നോക്കി നിനക്ക് അവളെ അറിയോ? കോളേജിലെ സൗന്ദര്യറാണിയാണെന്ന് അവളെ വിചാരം. ഓ അറിയും. മറ്റേ എന്ത് പരിപാടി കൊടിയെ വെച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നവളല്ലേ? ഓ അതെ. ഇന്ന് രസം കോളേജിൽ 2 നാട്ടിലാണ്. 4 എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ. പഠിച്ച എന്റെ കാലം മതി എനിക്ക് കല്യാണം. അപ്പൊ നിങ്ങൾ പറയുന്ന മക്കളെ എന്നെ വെറുതെ വിടമ്മ. ഒറ്റ മാസത്തിൽ എല്ലാ പ്രശ്നമുണ്ടെന്ന് നിനക്ക്. നീ ഞങ്ങള് പറഞ്ഞനുസരിക്കും. നിങ്ങൾ കരിയും മുറിയും തൊടുന്നത് കാണാൻ തുടങ്ങി. വർഷങ്ങളാണ്. ഇന്നും ഇന്നലെയും അല്ല. അമ്മ എനിക്ക് നിങ്ങളാവണ്ട. എനിക്ക് നിങ്ങളാവണ്ട. മോളെ അത് എന്റെ വിധിയാണ്. അതെടുത്ത ജീവിതം എന്റെ തല. എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? പറ. നിനക്ക് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ മോളെ? പൊന്നുപോലല്ലടാ നിന്നെ നോക്കിയേ. അച്ഛനെ അമ്മയോട് പൊന്നുപോലെ സമ്മതിക്കടാ. എന്റെ പൊന്നല്ലേടാ, നീ സമ്മതിക്ക്. അപ്പൊ നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ? ആദ്യരാത്രി എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞേക്കാം. എന്റെ പെണ്ണ് എന്നെയും എന്റെ പിള്ളാരെയും എന്റെ വീട്ടുകാരനൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടു കഴിഞ്ഞു. പിന്നെ പെണ്ണ് പുറത്തുപോയി ജോലി ചെയ്തിട്ട് വേണ്ട എന്റെ കുടുംബം കഴിയാൻ. പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ? ഒരു പെണ്ണ് പുറത്തുപോയി ജോലി ചെയ്തിട്ട് വേണ്ട എന്റെ കുടുംബം കഴിയാൻ. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് കുറെ കുഞ്ഞുമണൊക്കെ എവിടെ? അതെങ്ങനാ? കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ജാതിയാ. ആ പിന്നെ ഒരു കാർ വന്നു. അതാണല്ലോ പുറത്ത് കാണിക്കാൻ കൊള്ളൂ. കഷ്ടം തന്നെ. എന്തൊക്കെ കുടുംബക്കാരാണോ എന്തോ. മുഖ്യമന്ത്രി രാജിവെക്കണം. പോലീസ് തീരുമാനിക്കണം. വിസ്മയഘാതകരെ അറസ്റ്റ് ചെയ്യുക. വനിതാ കമ്മീഷൻ മൗനം വെടിയുക. മുഖ്യമന്ത്രി രാജിവെക്കണം. പോലീസ് തീരുമാനിക്കണം. എന്താ വേണ്ട പറ. ഞാൻ രാജിവെക്കണം. അതോ മറ്റേ വിസ്മയഘാതകരെ അറസ്റ്റ് ചെയ്യണോ? പറ. എന്താണ് ചെയ്യണ്ടേ? ഇവിടെ പറച്ചിലേട്ടോ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അതെയോ? പക്ഷെ അല്ല, എനിക്ക് ചെയ്യാൻ പറ്റണോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ പോയി നോക്കാൻ പറ്റുമോ? പറ. അവിടെ വീട്ടിൽ പോയി നോക്കാൻ പറ്റുമോ? ഇല്ല. അതിനാൽ നിങ്ങൾ മൗനം പാലിക്കുക. മൗനം പാലിച്ചു. അതെ ഭരിക്കുന്നവർക്ക് എന്തും ആകാമല്ലോ. അതൊന്നും ഇന്നും അങ്ങനെയല്ല. ഈ പറയുന്നതൊക്കെ അറിയുന്നതിന്റെ പ്രശ്നമല്ല. ജനിച്ച കാലത്ത് വീട്ടിലും നാട്ടിലും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. പെണ്ണായതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് അപമാനങ്ങൾ, മാറ്റങ്ങൾ അതാരംഭിക്കേണ്ടത് എന്നിൽ നിന്നാണ്. തീരുമാനങ്ങൾ എന്റെ ആകുമ്പോൾ എന്റേതായിട്ടുള്ള സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും എല്ലാം ചെറുകുമുളയ്ക്കുകയാണ്. അതൊരുത്തന്റെ കൈപ്പിടിയിലോ ഒരു മുഴുവൻ കയറിലോ ഒതുങ്ങിത്തീരേണ്ടതല്ല.